ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കർക്കിടക മാസത്തിൻ്റെ കുളിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു 20-25 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസൊക്കെ നല്ല ഗ്ലാസ് പോലെ തിളങ്ങും. ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട്, ആക്ച്വലി ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു വീട്ടിലിടുന്ന ഫ്രോക്ക് നൈറ്റിയാണ്. അതിൻ്റെ പുറത്ത് ചുമ്മാ ഷോൾ ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, അത്രയ്ക്കും കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അത്രയ്ക്കൊരു ഫ്രഷാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കൈയൊക്കെ നല്ല നല്ല സോഫ്റ്റായി സപ്പിളായിട്ടുണ്ട്. ഇങ്ങനെ അമക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും ഒരു വ്യത്യാസമാണ് നമ്മുടെ തേച്ച് കുളിയിലുണ്ടാകുന്നത്. അത് എക്സ്പെഷ്യലി കർക്കിടക മാസത്തിൽ ഇങ്ങനെ തേച്ച് കുളിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആ സമയത്ത് പോയിസണസ് റേസ് നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നതും അത് ഇലകളിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതായത് ഇലകളൊക്കെ അത് ആഗിരണം ചെയ്തിട്ട് ചില ഇലകളൊന്നും നമ്മൾ കഴിക്കില്ല. മുരിങ്ങയിലയൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കില്ല, കാരണം വിഷാംശം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ പോയിസണസ് റേസിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡി കൂടുതൽ ചൂടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാസമാണ്. അന്നേരം ആ ബോഡി ഒന്ന് തണുപ്പിക്കാനും നമ്മളുടെ കണ്ണിനൊരു നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും, ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്താൽ നമ്മളുടെ ശരീരത്തേക്ക് പെട്ടെന്ന് പിടിക്കുന്ന, അതായത് ഗുണം കിട്ടുന്ന ഒരു മാസവും കൂടിയാണ് കർക്കിടക മാസം. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് തേച്ച് കുളിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഡെമോ കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾക്ക് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ആണെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കത് ഞാൻ പറയുന്ന പോലെ അങ്ങനെ അങ്ങ് എലാബറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഈ തേച്ചുകുളിയുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. പോയിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. കർക്കിടക മാസത്തിൽ ശരീരത്തിന് പുതുജീവൻ നൽകുന്ന പാരമ്പര്യ ആയുർവേദ ആചാരമാണ് തേച്ചുകുളി. ഔഷധ എണ്ണ ഉപയോഗിച്ചുള്ള തേച്ചുകുളി ശരീരവേദന കുറയ്ക്കാനും രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ചർമ്മത്തെ പോഷിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും സമാധാനവും നൽകുന്ന നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ പാരമ്പര്യം സംരക്ഷിക്കുന്ന ഒരു വിശിഷ്ട മൺസൂൺ ചികിത്സയാണ് കർക്കിടക തേച്ചുകുളി. നമ്മൾക്കിത് തലയിൽ എണ്ണ വെച്ചാണ് ആദ്യം തുടങ്ങേണ്ടത്. തലയിൽ എണ്ണ വെച്ചാണ് നമ്മൾ ഈ കുളി ആരംഭിക്കുക. തേച്ചുകുളിയിൽ ആദ്യം തലയിൽ എണ്ണ തേക്കുന്നത് ഒരു പ്രത്യേക കാരണമുണ്ട്. ആയുർവേദ പാരമ്പര്യം അനുസരിച്ച് ആദ്യം തലയിൽ എണ്ണ പുരട്ടുന്നത് ശരീരത്തിലെ ചൂടിനെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. തലയിൽ എണ്ണ തേക്കാതെ ആദ്യം ശരീരത്തിൽ എണ്ണ പുരട്ടിയാൽ ശരീരോഷ്മാവ് വേഗത്തിൽ തലഭാഗത്തേക്ക് ഉയരുകയും ചിലർക്ക് തലവേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുകയും ചെയ്യാം. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ തേച്ചുകുളിയിൽ എന്നല്ല, എല്ലാ തേച്ചുകുളിയിലും നമ്മൾ തലയിൽ നിന്ന് തുടങ്ങുന്നത്. തല നന്നായിട്ട് മസാജ് ചെയ്ത് എണ്ണ തേച്ച് കഴിഞ്ഞ് അടുത്ത് നമ്മൾക്ക് കണ്ണില് നമ്മൾക്ക് കൂളന്റ് ആയിട്ടുള്ള ഒരു ഓയിൽ ഒഴിക്കാം. ഇത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ ലഭ്യമാണ്. നമ്മുടെ സ്റ്റോറിലും ഇത് ലഭ്യമാണ്. അടുത്തത് നമ്മൾ തേച്ചു കുളിക്കാനാണ് പോകുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ തേച്ചുകുളി ഓയിലും ഞവരക്കിഴിയിലുള്ള പേസ്റ്റും ഒക്കെ റെഡിയാണ്. ഔഷധ എണ്ണ ഉപയോഗിച്ച് ശരീരത്തിൽ മൃദുവായി മസാജ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്പർശന ശക്തി നമ്മുടെ ചർമ്മത്തിലെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യുകയും തലച്ചോറിലേക്ക് കുറച്ച് കാമായിട്ടുള്ള സിഗ്നൽസ് പോവുകയും ചെയ്യും. ഇത് ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകുകയും സന്തോഷകരമായ അനുഭവം സൃഷ്ടിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മെന്റൽ പ്രഷർ കുറയ്ക്കാനും ഓവർ തിങ്കിങ് ഒക്കെ കുറയ്ക്കാനും ഈ എണ്ണ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മെന്റൽ റിലാക്സേഷന് വളരെ നല്ലതാണ്. നമ്മൾക്ക് നല്ല ഒരു ന്യൂ റിജനുവേറ്റ് എനർജി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിലേക്ക് കൂടുകയും നമ്മൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ സ്കിൻ യൂത്ത്ഫുൾ ആവുകയും ചെയ്യും. നമ്മളുടെ സ്കിൻ എത്ര ഏജ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിലും യൂത്ത്ഫുൾ ആവുന്നതാണ്. ചർമ്മത്തിന് നല്ല ഒരു എൻറിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഒക്കെ അടങ്ങിയ ഒരു ഇത് കൊടുക്കുന്ന പോലെ ഒരു എഫക്റ്റ് ആണ്. പിന്നെ നമ്മൾക്ക് ഇതുപോലെ കാലിനടിയിൽ ഉറപ്പായിട്ട് നിങ്ങൾ മസാജ് ചെയ്യണം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ വെയിനിന്റെയും കെട്ട് കാലിന്റെ അടിയിലാണ്. എസ്പെഷ്യലി കാലിന്റെ വെള്ളം മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി കൂടും. ഇതേപോലെ തന്നെ ഓരോ പ്രഷർ പോയിന്റും എടുത്ത് മസാജ് ചെയ്യുക. ഉപ്പൂറ്റി ഇങ്ങനെ തന്നെ മസാജ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ കാലിന്റെ വേദനയൊക്കെ മാറി ജോയിന്റ് പെയിൻ ഒക്കെ മാറി ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നത്. കാലിന്റെ സൈഡ് ഇതുപോലെ തന്നെ
വെച്ച് മസാജ് ചെയ്യുക. രണ്ട് സൈഡും 2 കൈ കൊണ്ട് ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട്, എങ്ങനെയാണോ നിങ്ങൾക്ക് വശം അതുപോലെ തന്നെ ചെയ്യുക. ഇതൊരു കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. ഓരോരോ മസാജിനും കാലിന്, കൈക്ക്, ശരീരത്തിന് ഒരു ടൈം വെക്കുക. 10 മിനിറ്റ്, 5 മിനിറ്റ്, 8 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് കാലിന്റെ വിരലുകളും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാജിങ് ഓയിൽ, നമ്മളുടെ തേച്ചുകുളി ഓയിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞവരയുടെ കിഴിക്കകത്തുള്ള കൂട്ടാണിത്. പാലിനകത്താണ് നമ്മൾ നവര അരി വേവിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ മഞ്ചിഷ്ട ഇട്ടിട്ടുണ്ട്, നമ്മൾ കുറുന്തോട്ടി ഇട്ടിട്ടുണ്ട്, നമ്മൾ നവരക്കിഴിയിലുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഇത് പശുവും പാലിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. വേണ്ടത്ര ചെറിയ ചൂടോടെ തന്നെ നമ്മളുടെ ബോഡിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂത്തിങ് എഫക്റ്റ് ആണ്. അത് മാത്രമല്ല എക്സ്ഫോളിയേറ്റ് ആവാനും, നല്ല സ്കിന്നിന് ഗ്ലോ കിട്ടാനും, സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ബോഡി ഫുള്ള് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. ഞാനിപ്പോ കാണിക്കുന്നത് കൈയും കാലും ഒക്കെയാണ്, കാരണം വീഡിയോയിൽ അത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ഫുള്ള് അപ്ലൈ ചെയ്യണം. ഫുൾ അപ്ലൈ ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ അതിലോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ വാഷ് ചെയ്യേണ്ടത്. ചെറിയ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കാവുള്ളൂ. ഒരുപാട് ചൂടുവെള്ളം അല്ല, തണുത്ത വെള്ളവുമല്ല, ചെറിയ ചൂടുവെള്ളം നമ്മളുടെ പാക്കിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് വേണം നിങ്ങൾ കുളിക്കാനായിട്ട്. ഫേസിലേക്കും ഇതേപോലെ തന്നെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് വളരെ ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്കിന്ന് പട്ടുപോലെ മിന്നുന്നത്, പട്ടുപോലെ സ്മൂത്ത് ആയിട്ടിരിക്കുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കളർ വരുന്നതും കാണാൻ പറ്റും. ഈ ജമന്തി പൂക്കൾ നല്ലതാണ് കേട്ടോ നമ്മളുടെ സ്കിന്നിന്. റോസ് ഫ്ലവേഴ്സും നല്ലതാണ്. കെമിക്കൽ ഒന്നും ഇല്ലാത്തതാണ് നിങ്ങൾ വെള്ളത്തിൽ ഇടുന്നതെന്ന് ഉറപ്പുവരുത്തുക. കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനും, റിങ്കിൾസ് മാറാനും, ഫൈൻ ലൈൻസ് മാറാനും, നല്ല കളർ, ഡബിൾ കളർ കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ ഒരു പാക്ക്. നിങ്ങൾ ഉറപ്പായിട്ടും കർക്കിടക മാസത്തിൽ ഈ ഒരു ചികിത്സ ചെയ്തു നോക്കൂ. വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് നിറയെ പേർക്കും ഇതെന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? നമ്മളുടെ നാട്ടിൽ നിറയെ പേർക്കും അറിയാവുന്ന ഒന്നാണിത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ആക്ച്വലി ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യമാണ്. അതിൻ്റേതായ ദേഹത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം എന്തായാലും ഞാൻ ഒരു 25 ദിവസമെങ്കിലും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റേതായ റൊട്ടീനിൽ തന്നെ ചെയ്യണം. തലയിൽ നിന്ന് തന്നെ വേണം അത് ആരംഭിക്കാൻ. കാരണം നമുക്ക് തലയിൽ ആദ്യം എണ്ണ ഉച്ചി വയ്ക്കുമ്പോഴാണ് തലയൊന്ന് തണുക്കുന്നതും ബോഡിയുടെ ഹീറ്റും തലയുടെ ഹീറ്റും കൂടെ ഒന്ന് ബാലൻസ് ആവുന്നത്. നമ്മുടെ ബോഡിയിൽ ആദ്യം എണ്ണ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാലൻസിങ് നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ ഉച്ചിയിൽ എണ്ണ വെച്ച് തന്നെ നമ്മൾ തുടങ്ങണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞു വരുന്നുണ്ട്. അത് മനസ്സിലാക്കുക. മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഒന്ന് കാണാൻ മടിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ട് ഉറങ്ങിപ്പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉറങ്ങിയിടം വെച്ച് ബാക്കി ഡൗട്ട് ചോദിക്കരുത്. ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരും, ബിസി അല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കാണുന്നത് പോലെ തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മളുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വിഭൂതി സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കണ്ണിലൊഴിക്കുന്ന ആ ഒരു കൂളൻ്റ് ആയിട്ടുള്ള ഓയിൽ, അതും നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വേറെ ഒരു ഓയിലും കണ്ണിലൊഴിക്കരുത്, ഒരു സാധനങ്ങളും കണ്ണിലൊഴിക്കരുതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു, ഡിസ്ക്ലൈമർ പറയുന്നു. എൻ്റെ അടുത്ത് അതൊഴിക്കാവോ ഇതൊഴിക്കാവോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഈ ആൻസർ പറയില്ല എന്ന് തീരുമാനിച്ചിരിക്കിട്ടുണ്ട്. കാരണം വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. വീണ്ടും ഇത് ചെയ്യാമോ അത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയില്ല. കാരണം അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇതാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ നോക്കുക. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ഇനി എന്തെങ്കിലും വേറെ ഒരു തരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനതൊരു ഇതായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഡൗട്ടുകൾ ഒരുപാട് ഇങ്ങനെ ഉണ്ട്. ഒക്കെ പറയുന്നത് പോലെ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കുളിക്കുന്നത് കൊണ്ട്, തേച്ച് കുളിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾക്ക് ഒരു 10-20 വയസ്സ് യങ് ആയിട്ട് ഫീൽ ചെയ്യും. ചർമ്മം ഭംഗിയാകും, നല്ല തിളക്കമുള്ള ചർമ്മം കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജോയിൻസിനൊക്കെയുള്ള ആ ഒരു പെയിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി നല്ല ഒരു ലൂബ്രിക്കൻ്റ് ആവും ശരീരം നല്ല
നല്ല ഫ്ലെക്സിബിൾ ആകും ശരീരം. നമ്മളുടെ ജോയിൻസിനൊക്കെ നല്ല ഒരു ലൂബ്രിക്കേഷൻ കിട്ടിയിട്ട് നമ്മുടെ ശരീരം നല്ല ഫ്ലെക്സിബിൾ ആകും. ഇതിൻ്റോട് കൂടി കുറച്ച് ഡയറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഞാനതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ത് ഡയറ്റാണ് ചെയ്യേണ്ടതെന്ന്. ഡയറ്റൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓവറായിട്ട് ഡൈജഷൻ ആകാത്ത ഫുഡ് ഈ ഒരു മന്ത് കർക്കിടക മാസത്തിൽ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഇതുപോലെ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തലവേദന കോൾഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചെയ്യുക. ഇതൊന്നും അങ്ങനെ നമുക്ക് ഈ എണ്ണയുടെ കൂട്ടത്തിൽ നമ്മൾ തേച്ചുള്ളിയുടെ എണ്ണയുടെ കൂട്ടത്തിൽ കുറച്ച് കർപ്പൂരാതി തൈലം കൂടെ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഫത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമുള്ളവർക്ക് അതിന് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നതാണ്. ഇനി കർപ്പൂരാതി തൈലം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കർപ്പൂരം എണ്ണയിൽ ചൂടാക്കി അതിൻ്റെ കൂടെ തേക്കാൻ എടുക്കുന്ന എണ്ണയിൽ മിക്സ് ചെയ്ത് തേച്ചാലും വളരെ നല്ലതാണ്. തേച്ചുകുളിയൊക്കെ പണ്ടൊക്കെ എല്ലാ ആഴ്ചയിലും ചെയ്തിരുന്നതാണ്. കർക്കിടക മാസത്തിൽ നമ്മളിങ്ങനെ എലാബറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ഒരു റിച്വലായിട്ട് നമ്മൾ വളരെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു ഇതിനകത്തൊരു സീക്രട്ട് ഉണ്ട്. ഓണം ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് നല്ല സുന്ദരിയായിട്ടിരിക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മുഖമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും അല്ലേ. ഇപ്പം തന്നെ ഒരു ദിവസം ഞാൻ തേച്ച് കുളിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസിലുണ്ടായിരിക്കുന്ന ആ ഒരു കാംനെസ്. അതാണ് മെയിനായിട്ട്. ബോഡിയും മൈൻഡും ഭയങ്കര കാമാകുകയാണ് ചെയ്തത്. നമ്മളുടെ ബോഡിയും മൈൻഡും ഒക്കെ കാമാകുമ്പോൾ അതിൻ്റെ ഒരു പ്രസരിപ്പ് നമ്മുടെ ഫേസിലോട്ടുണ്ടാകും. ഒരിക്കലും അങ്ങനെ വരുമോ എന്ന് വിചാരിച്ച് ചെയ്യരുത്. നിങ്ങളെ വിശ്വാസം തന്നെയാണ് കേട്ടോ എല്ലാം. നിങ്ങൾ വിശ്വസിക്കണം, എന്നിട്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ ഈ ഒരു ചികിത്സയും കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിലേക്ക് തന്നെ നോക്കുന്നത്. ഈ ഒരു തേച്ചുകുളിയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം നിങ്ങൾക്ക് 25 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ മുഖത്തിനും നിങ്ങളുടെ ദേഹത്തിനും നിങ്ങളുടെ മുടിക്കും ഒക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ വിചാരിക്കും മുഖത്തിന് മാത്രം മതി സൗന്ദര്യം. അങ്ങനല്ല, നമ്മുടെ ശരീരത്തിനും കൂടെ സൗന്ദര്യം ഉണ്ടാകണം. 60-65 വയസ്സിലൊക്കെ നല്ല ബോഡി ഷേപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഒന്ന് പ്രസവിച്ചു നമുക്കിനി എന്തിനാ ബോഡി ഷേപ്പ്. അങ്ങനൊന്നും അല്ല കേട്ടോ. പ്രസവിച്ചത് കൊണ്ട് ബോഡി ഷേപ്പ് പോകത്തൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള മെഡിസിൻ ഫോളോ ചെയ്ത് ആയുർവേദ ചികിത്സ ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഷേപ്പും പോകത്തില്ല. അപ്പോൾ തേച്ചുകുളി ഒരു മസ്റ്റാണ് കർക്കിടക മാസത്തിൽ. എക്സ്പെഷ്യലി 40,000-60,000 ഒക്കെ കൊടുത്ത് പുറത്ത് പോയി സുഖ ചികിത്സ എടുക്കുന്നതിനേക്കാളും അത് പറ്റാത്തവർക്കും ഇനി സമയമില്ലാത്തവർക്കും ഒക്കെ ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ അതിൻ്റെ ഒരു 1/4 ചിലവിൽ നമ്മൾക്കിത് ഈസി ആയിട്ട് ഭംഗിയായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം. വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ഈ മുടി ഞാൻ കുറച്ച് കഴിയുമ്പോൾ നല്ല സാമ്പ്രാണി പുകച്ച്, നമ്മളുടെ കയ്യിൽ ധൂപ് പുകച്ച് ഞാൻ ഉണക്കിയെടുക്കുന്നതാണ്. അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിടാം. സമയമില്ലാത്ത ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണാം. കുളിക്കാനായിട്ട് ഞാൻ എടുത്ത ആ ഒരു വെള്ളത്തിലുണ്ടായിരുന്ന പൂക്കൾ ഇപ്പോൾ എൻ്റെ തലേന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്കും കുളിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഹെർബൽ ഹെയർ വാഷ് പൗഡർ ഇട്ടാണ് കേട്ടോ എപ്പോഴും നമ്മളുടെ തല കഴുകുന്നത്. ജഡാമഞ്ചിയാണ് നമ്മൾ തലയിൽ വെച്ചത്. മുടിക്ക് നല്ല വ്യത്യാസമുണ്ട്. ടച്ച് വുഡ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ തേച്ച് കുളിക്കാൻ മറക്കരുത്. ഈ ഒരു മാസം, കർക്കിടക മാസം തുടങ്ങിയിട്ടില്ല കേട്ടോ. കർക്കിടക മാസം തുടങ്ങുമ്പോൾ നമ്മൾ തേച്ച് കുളിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിന് തയ്യാറെടുത്തിരുന്നാൽ മാത്രമേ നടക്കുള്ളൂ. അന്നേരം പോയി നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് സാധനം കിട്ടിയിട്ടൊന്നും നടക്കത്തില്ല. എല്ലാ സാധനങ്ങളും ബാത്റൂമിൽ സെറ്റാക്കി വെക്കുക. സെറ്റാക്കി വെച്ചിട്ട് എൻജോയ് ചെയ്യുക നിങ്ങളുടെ ബാത്ത്. നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇട്ട പോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഫ്ലവേഴ്സ് ഇട്ടതാണ്. സോ ഞാൻ ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും റോസ് ഫ്ലവറൊക്കെ എനിക്ക് മൂടുണ്ടെങ്കിൽ ടബിലിടാറുണ്ട്. ടബ് എടുത്ത് കുളിച്ചാൽ ടബ് വൃത്തിയാക്കാൻ പാടാണ്. സോ ജസ്റ്റ് ഈസി മെത്തേഡ് ഓഫ് ബാത്തിങ് ഇതാണ് നല്ലത്. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരുന്നത്. ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾക്കിതുപോലെ ബാത്ത് ചെയ്ത് നിങ്ങളൊന്ന് പുറത്ത് വന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത്രയ്ക്കും നല്ല സൂപ്പറാണ്. ഓക്കെ, നല്ലൊരു സൂതിങ് ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു റെസ്പെക്റ്റും ഒരു മതിപ്പും ഒക്കെ തോന്നും. കൊള്ളാമല്ലോ, മുട്ടുവേദന കാലുവേദനയൊക്കെ എവിടെ പോയെന്നറിയത്തില്ല. അതുപോലെ കാലിൻ്റെ മസാജൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ കൈയും നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. കൈയുടെ ജോയിൻറ്റിലൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് മസാജ് ചെയ്താൽ കൈയുടെയൊക്കെ വേദന മാറുന്നതാണ്. മുട്ടിൻ്റെ വേദന ഒക്കെ മുട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. മുട്ടൊക്കെയും വീഡിയോയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ കഴുത്ത്, മുട്ട്, നടു
ഒക്കെ ഇതുപോലെ ആ തൈലം വെച്ച് തേച്ച് തിരുമ്മിയിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ കുറച്ച് സമയമെടുക്കും, ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ, 30 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ സമയമെടുത്ത് കുളിക്കുക. ദിവസവും ഒരു 20 ദിവസം കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യൂ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു മാസത്തെ സ്കിൻ കെയർ റൊട്ടീൻ. ആരൊക്കെ ചെയ്യുന്നുണ്ടെന്നൊന്ന് മെസ്സേജ് ചെയ്യണേ, ആർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊന്ന് മെസ്സേജ് ചെയ്യണേ. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്കും സംശയമുണ്ട് ഈ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു 500 മില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജഡാമഞ്ചി ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോയ്ക്കകത്ത് ഓയിൽ ഇത്ര ഒരു കാസ്റ്റർ ഓയിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ജ്യൂസ് അതിനകത്ത് ബാലൻസ് ചെയ്യുമ്പോഴാണ് അത് 500 ml ആകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. അലുവേറ ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ. നമ്മൾ ഓണത്തിന് നമ്മളുടെ സ്കിൻ കെയർ അക്കാഡമി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ സ്കിൻ കെയർ അക്കാഡമി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആയിട്ടാണ് വരുന്നത്. 3 മന്ത്സിൻ്റെ കോഴ്സ് ഉണ്ട്, 6 മന്ത്സിൻ്റെ കോഴ്സ് ഉണ്ട്, 9 മന്ത്സിൻ്റെ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ള. വെബ്സൈറ്റൊക്കെ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അണ്ടർ കൺസ്ട്രക്ഷനാണ്. വെബ്സൈറ്റൊക്കെ റെഡി ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. പഠിച്ചിട്ട് നിങ്ങളുടേതായ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്, കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ചെറിയ ചെറിയ ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന, ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ആയുർവേദം മൊത്തം പഠിക്കാൻ പറ്റില്ല, പക്ഷേ ബേസിക് ഓഫ് ആയുർവേദ, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഹെർബ്സ്, അങ്ങനെ കുറേ സിലബസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. വെബ്സൈറ്റ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം വെബ്സൈറ്റിൽ ആയോ എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഓരോരുത്തരോടും ഇത് ചെയ്യൂ എന്ന് ഞാനിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അവരത് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. എൻ്റേതായ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അവർ അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇതും ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തുടങ്ങിയ ഒരു കാര്യമാണ്. ഒരുപാട് പേർ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്ത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുമോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുമോ. അത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇപ്പം ഒരു കാര്യം ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡാമഞ്ചിയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഉള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ എന്താണ് ജഡാമഞ്ചി, അല്ലെ സിമ്പിൾ അലുവേറ എന്താണ്, അലുവേറയുടെ ഗുണങ്ങൾ എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ്, സൈഡ് ഇഫക്ട്സ് എന്താണ്, അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, സാധ്യതകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. അതുപോലെ ലിക്കറൈസ്, ഇരട്ടി മധുരം, അതിൻ്റെ സാധ്യതകൾ എന്താണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, BP കുറയുമോ, അല്ലെങ്കിൽ ഷുഗർ കൂടുമോ, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ച് തരാനും, പിന്നെ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ്, അതായത് പ്രാക്ടിക്കൽ സെഷനുണ്ട്, തിയറി സെഷനുണ്ട്, നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, പിന്നെ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ തന്നെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ആർക്കൊക്കെ ജോയിൻ ചെയ്യണമോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബിസിനസ്സായിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മളുടെ സ്കിൻ കെയർ ആയുർവിദ്യ അക്കാഡമി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ അതിനെ വെൽക്കം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കൂടെ വീഡിയോയിലും വിഭൂതി സ്റ്റോറിലും ഒക്കെ എത്രത്തോളം നിങ്ങളുണ്ടായിരുന്നു അത്രത്തോളം അതിനും നിങ്ങൾ സപ്പോർട്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കോൺഫിഡൻസ്, നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത്രയ്ക്കും ഞാൻ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷം. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ഘടനയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.